കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് പുളിങ്കുന്ന് പള്ളിയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ചമ്പക്കുളം ബസിലിക്കയാണ്. അതായത് കല്ലൂർക്കാട് സെൻറ് മേരീസ് ബസിലിക്ക പള്ളി. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലൂടെയാണ്. ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചമ്പക്കുളത്തെത്താം. ആലപ്പുഴ ഭാഗത്തു നിന്നാണെങ്കിൽ നെടുമുടിയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഏകദേശം 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ചമ്പക്കുളം ബസിലിക്കയിലെത്താം. ചമ്പക്കുളം ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വള്ളംകളിയുടെ പേരിൽ പ്രസിദ്ധമാണ് ചമ്പക്കുളം ഗ്രാമം. ആറന്മുള കഴിഞ്ഞാൽ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. മിഥുനമാസത്തിലെ മൂലം നാളിൽ പമ്പാ നദിയിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെടുത്തിയാണ് വർഷം തോറും ഇത് നടത്തപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പമ്പാ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ കയറി. അക്കരെയാണ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. 2019 ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. കടത്തുവഞ്ചി കയറിയുള്ള പള്ളിയിലേക്കുള്ള ആ യാത്രകളൊക്കെ ഇനി ഓർമ്മകൾ മാത്രം. അങ്ങനെ പാലവും കടന്ന് നമ്മൾ പള്ളിമുറ്റത്തെത്തി. കല്ലൂർക്കാട് സെൻറ് മേരീസ് ബസിലിക്ക കേരളത്തിലെ അതിപുരാതനമായ ഒരു ക്രിസ്ത്യൻ ദേവാലയം. AD 427 സ്ഥാപിതമായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദേവാലയം ആലപ്പുഴ ജില്ലയിലെ എല്ലാ കത്തോലിക്ക സുറിയാനി പള്ളികളുടെയും മാതൃദേവാലയമാണ്. പള്ളിയുടെ ചുറ്റുപാടിൽ നിന്നും കണ്ടെത്തിയ നിരവധി ശിലാലിഖിതങ്ങൾ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. AD 1151 മുതലുള്ള കൽക്കുരിശ് അതിൻ്റെ പൗരാണികതയുടെ വ്യക്തമായ രേഖകളുള്ള ഏറ്റവും പുരാതനമായ കുരിശുകളിൽ ഒന്നാണ്. ചമ്പക്കുളം പള്ളിയെ യൂണിവേഴ്സൽ ചർച്ച് ബസിലിക്കയായി അംഗീകരിച്ചിട്ടുണ്ട്. 2016 നവംബർ 27 ഫ്രാൻസിസ് മാർപ്പാപ്പയും ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും ചേർന്ന് പള്ളിയെ ബസിലിക്കയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ ബസിലിക്കയും സീറോ മലബാർ സഭയിലെ 4ാമത്തേതും കേരളത്തിലെ 9ാമത്തേതും ഇന്ത്യയിലെ 23ാമത്തേതുമായ ബസിലിക്കയാണ് ഇത്. 15ാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി രാജ്യത്തെ രാജാക്കന്മാരായ ദേവനാരായണന്മാരാണ് ചെമ്പക്കുളം പള്ളിയെ ശക്തിപ്പെടുത്തിയത്. ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ഈ പള്ളിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുറിച്ചി ക്ഷേത്രത്തിൽ നിന്നും പ്രതിഷ്ഠയ്ക്കായി ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ ഏറെ സന്ധ്യയായതിനാൽ ക്രൈസ്തവ കുടുംബമായ മാപ്പിളശ്ശേരി കുടുംബത്തിൻ്റെ അറപ്പുരയിൽ ആ വിഗ്രഹം സൂക്ഷിക്കുകയും പിറ്റേ ദിവസം രാജാവിൻ്റെ അകമ്പടിയോടുകൂടി അമ്പലപ്പുഴ രാജകൊട്ടാരത്തിലേക്ക് വിഗ്രഹം കൊണ്ടുപോവുകയും ചെയ്തു. വിഗ്രഹത്തിന് ഈ ദേവാലയ കവാടത്തിൽ സ്വീകരണം നൽകുകയും ഇവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ തനിക്ക് നൽകുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും രാജാവിന് അതിയായ സന്തോഷമുണ്ടാവുകയും തുടർന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഇവിടെ ജലഘോഷയാത്ര നടത്തുമെന്നും രാജാവ് പ്രഖ്യാപിച്ചു. അതിൻ്റെയെല്ലാം ഓർമ്മ പുതുക്കലാണ് മിഥുനമാസത്തിലെ മൂലം നാളിലെ വള്ളംകളി. ചമ്പക്കുളം പള്ളിയും ഇതിൽ പങ്കെടുക്കുന്നു. ദേവനാരായണന്മാർ ചമ്പക്കുളം പള്ളിയെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതിന് രേഖാമൂലമുള്ള തെളിവുകളുണ്ട്. പള്ളിയെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയും പിന്നീട് തിരുവിതാംകൂർ രാജാവ് രാജ്യം പിടിച്ചടക്കിയപ്പോൾ തിരുവിതാംകൂർ ഗവൺമെൻറ്റും ഇതേ പാരമ്പര്യത്തെ മാനിച്ചു എന്നും ചരിത്രങ്ങൾ പറയുന്നു. നസ്രാണികൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. AD 1151 ഇപ്പോഴുള്ള പള്ളിക്കെട്ടിടം നിർമ്മിച്ചതെന്നും പിന്നീട് പലവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. മദ്ബഹയും അതിൻ്റെ അലങ്കാരങ്ങളും ശക്തമായ പോർച്ചുഗീസ് സ്വാധീനം കാണിക്കുന്നു. പുരാതനമായ ചുവർച്ചിത്രങ്ങൾക്ക് പേരുകേട്ടതാണ് ചമ്പക്കുളം പള്ളി. മദ്ബഹയുടെ പാർശ്വഭിത്തികളും പള്ളിയുടെ മേൽക്കൂരയിലുള്ള സീലിംഗിലും പുരാതന ചുവർച്ചിത്രങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു.
ഇലകളുടെ നീരും പഴച്ചാറുകളും തങ്കഭസ്മത്തിൽ കലർത്തി വരയ്ക്കപ്പെട്ടതാണ് ഈ ചുവർ ചിത്രങ്ങൾ. ഈശോയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളും പഴയ നിയമത്തിലെ സംഭവങ്ങളുമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്നുള്ള മൈക്കിൾ രാജ, ധർമ്മരാജ എന്നിവരാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. അതിമനോഹരവും ശാന്തവും ആത്മീയ അനുഭൂതിയും നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ദേവാലയത്തിനുള്ളിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെയും ക്രൂശിതനായ ഈശോയുടെയും രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന പരിശുദ്ധ അമ്മയെയും ഉണ്ണീശോയെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഔസേപ്പിതാവിൻ്റെ രൂപവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു കൈയിൽ റോസാപുഷ്പവുമായി നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപമാണ് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിശ്വാസികൾ ഈ തിരുസ്വരൂപത്തെ പുഷ്പറോസാ മാതാവ് എന്ന് വിളിച്ചു വരുന്നു. ഔസേപ്പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളായ മാർച്ച് 19 ഊട്ടുതിരുനാളായി ആഘോഷിക്കപ്പെടുന്നു. അന്നേ ദിവസം കടന്നുവരുന്ന എല്ലാ വിശ്വാസികൾക്കും സ്നേഹവിരുന്ന് നൽകപ്പെടുന്നു. സാമ്പാറും ചോറും അച്ചാറുമാണ് ഇനങ്ങൾ. പള്ളിയുടെ മുറ്റത്ത് പണിതു വെച്ചിട്ടുള്ള സാമ്പാർ തോണി എന്നറിയപ്പെടുന്ന തോണിയുടെ അറയിലാണ് സാമ്പാർ ഒഴിച്ചു വെക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഊട്ടുപെരുന്നാളിന് ഇവിടെ എത്താറുള്ളത്. പ്രദക്ഷിണം കഴിഞ്ഞ് വിശ്വാസികളെല്ലാവരും പള്ളിമുറ്റത്ത് ഒരുമിച്ചിരുന്ന് നേർച്ച ഭക്ഷണം കഴിക്കുകയെന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. മറ്റൊരു പ്രധാന പെരുന്നാളായ മാതാവിൻ്റെ ദർശന തിരുനാൾ 11 ദിവസത്തെ ഭക്തി നിർഭരമായ ആഘോഷങ്ങളാൽ നീണ്ടു നിൽക്കുകയും ഒക്ടോബർ 15 ശേഷമുള്ള ഞായറാഴ്ച സമാപിക്കുകയും ചെയ്യുന്നു. 1885 പുതുക്കിപ്പണിത ദേവാലയമാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. 11-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും പുതുക്കിപ്പണിത ദേവാലയമാണിത്. കുട്ടനാടിൻ്റെ നിർമ്മലതയും പ്രകൃതി രമണീയതയും ഇഴചേർന്ന് പമ്പാനദിയുടെ ഓളങ്ങൾ തഴുകിത്തലോടുന്ന ചമ്പക്കുളം സെൻറ് മേരീസ് ബസിലിക്കയിൽ ദിനംപ്രതി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവരും ദേവാലയം കാണുവാൻ എത്തുന്ന വിദേശികളും എപ്പോഴും ഈ പുണ്യസ്ഥലത്തെ ഭക്തിസാന്ദ്രമാക്കി മാറ്റുന്നു.